നമസ്കാരം, ഞാൻ ശിവരാമൻ. ഹണ്ട ന്യൂസ് ആരംഭിക്കുന്നു. പ്രധാന വാർത്തകൾ. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കൊല്ലത്തും കോഴിക്കോട്ടും UDF മുന്നിലെന്ന് 24 അഭിപ്രായ സർവേ. പത്തനംതിട്ടയിൽ ഇഞ്ചോടിഞ്ച്. UDFന് LDFിനേക്കാൾ 0.9% വോട്ടിന്റെ മാത്രം മേൽക്കൈ. നേരിയ ഭൂരിപക്ഷത്തോടെ കാസർഗോഡ് LDF തിരിച്ചുപിടിക്കുമെന്നും സർവേ. ഇന്നലെയും ഇന്നുമായി പുറത്തുവിട്ട ഫലങ്ങളിൽ UDFന് 5 LDFന് 3 മുൻതൂക്കം. തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട വാർത്ത റിപ്പോർട്ട് ചെയ്തതിന് 24 പ്രതിനിധിക്ക് നേരെ സൈബർ ആക്രമണം, അധിക്ഷേപവും വധഭീഷണിയും. ആലപ്പുഴ റിപ്പോർട്ടർ മനീഷ് മഹിപാലിനെതിരെ പോലീസിൽ പരാതി നൽകി. കരുവന്നൂരിലൂടെ CPIഎമ്മിന് മേൽ പിടിമുറുക്കി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ്. CPIഎം അക്കൗണ്ടുകൾ ആദായ നികുതി വകുപ്പിന്റെ നിരീക്ഷണത്തിൽ എന്ന് ED. അക്കൗണ്ട് വിവരങ്ങൾ സംബന്ധിച്ച് തെരഞ്ഞെടുപ്പ് കമ്മീഷന് ED നൽകിയ കത്തിലാണ് വിവരങ്ങൾ. അസ്വാഭാവിക ഇടപാട് കണ്ടെത്തിയാൽ ഉടൻ നടപടി. തൃശൂരിലെ പാർട്ടി അക്കൗണ്ടുകളിൽ 99% വെളിപ്പെടുത്താത്തവയെന്നും ED. കരുവന്നൂർ സഹകരണ ബാങ്ക് തട്ടിപ്പ് കേസിൽ CPIഎം തൃശൂർ ജില്ലാ സെക്രട്ടറി MM വർഗീസിനും മുൻ MP PK ബിജുവിനും EDക്ക് മുന്നിൽ ഹാജരായി. ലോക്കൽ കമ്മിറ്റികളുടെ അക്കൗണ്ടുകളെക്കുറിച്ച് തനിക്ക് അറിയില്ലെന്നും അറിയുന്ന കാര്യം മാത്രമേ പറയാൻ കഴിയൂവെന്നും MM വർഗീസ്. കരുവന്നൂർ സഹകരണ ബാങ്ക് തട്ടിപ്പ് കേസിൽ ED വന്നതിന് തന്നെ പഴിക്കേണ്ടെന്ന് തൃശൂരിലെ NDA സ്ഥാനാർത്ഥി സുരേഷ് ഗോപി. കൃത്യമായ വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ED അന്വേഷണം. EDക്കെതിരായ CPIഎം നീക്കം സ്വന്തം പോസ്റ്റിൽ ഗോളടിക്കുന്നതിന് തുല്യമാണെന്നും സുരേഷ് ഗോപി. പാനൂർ സ്ഫോടനത്തിൽ പിടിയിലായ DYFI പ്രവർത്തകനെ സംരക്ഷിച്ച് CPIഎം. പിടിയിലായ അമൽ ബാബു രക്ഷാപ്രവർത്തനത്തിന് എത്തിയതെന്ന് സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. CPIഎം അക്രമം നടത്താൻ ബോംബുണ്ടാക്കുന്നുവെന്നത് കള്ളപ്രചാരണമാണ്. CPIഎമ്മിന് ബോംബ് നിർമ്മിക്കേണ്ട ആവശ്യമില്ലെന്നും തെറ്റ് ചെയ്തവർക്കെതിരെ നടപടിയുണ്ടാകുമെന്നും മുഖ്യമന്ത്രി. പാനൂരിലെ ബോംബ് നിർമ്മാണത്തിൽ മുഖ്യ ആസൂത്രകൻ DYFI യൂണിറ്റ് സെക്രട്ടറി എന്ന് പോലീസ്. പ്രതി ചേർത്ത DYFI പ്രവർത്തകനെ സംരക്ഷിച്ച് CPIഎം. അന്വേഷണം അട്ടിമറിക്കാൻ ശ്രമമെന്ന് UDF. ബോംബ് നിർമ്മാണം ക്രിമിനൽ സംഘങ്ങളുടെ കുടിപ്പകയുടെ ഭാഗമെന്ന് പ്രതികളുടെ മൊഴി. പാനൂർ സ്ഫോടനത്തിൽ മുഖ്യമന്ത്രിക്കെതിരെ പ്രതിപക്ഷ നേതാവ്. മുഖ്യമന്ത്രി നാട്ടിലെ ക്രിമിനലുകളെ മുഴുവൻ ന്യായീകരിക്കുന്നു. തെരഞ്ഞെടുപ്പായതുകൊണ്ടാണ് സ്ഫോടനത്തിൽ പങ്കില്ലെന്ന് CPIഎം പറയുന്നതെന്നും VD സതീശൻ. വിവാദ സിനിമ ദ കേരള സ്റ്റോറി പ്രദർശിപ്പിച്ച് ഇടുക്കി രൂപത. ചിത്രം പ്രദർശിപ്പിച്ചത് വിശ്വാസോത്സവത്തിന്റെ ഭാഗമായി 10 മുതൽ +2 വരെയുള്ള കുട്ടികൾക്ക് വേണ്ടി. പ്രദർശനത്തെ ന്യായീകരിച്ച് രൂപതയുടെ വിശദീകരണം. പ്രണയത്തിലകപ്പെട്ട് വഴിതെറ്റുന്ന കുട്ടികൾക്ക് വേണ്ടിയുള്ള ബോധവൽക്കരണമെന്ന് രൂപതാ നേതൃത്വം. ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനായി CPIഎമ്മിന്റെ ദേശീയ നേതാക്കൾ കേരളത്തിലേക്ക്. ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി, പൊളിറ്റ് ബ്യൂറോ അംഗങ്ങളായ പ്രകാശ് കാരാട്ട്, ബൃന്ദ കാരാട്ട്, തപൻസൻ, സുഭാഷ്ണി അലി, കേന്ദ്ര സെക്രട്ടേറിയറ്റ് അംഗം വിജു കൃഷ്ണൻ തുടങ്ങിയവർ പ്രചാരണത്തിനെത്തും. ഈ മാസം 15 മുതൽ 23 വരെ വിവിധ പരിപാടികളിൽ പങ്കെടുക്കും. പൂക്കോട് വെറ്ററിനറി കോളേജ് വിദ്യാർത്ഥി JS സിദ്ധാർത്ഥന്റെ മരണത്തിൽ കോടതിയിൽ FIR സമർപ്പിച്ച് CBI. കൂടുതൽ പ്രതികളുണ്ടാകുമെന്ന പരാമർശം. റിപ്പോർട്ട് നൽകിയത് കൽപ്പറ്റ ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി. ദ കേരള സ്റ്റോറി ആര് പ്രദർശിപ്പിച്ചാലും അംഗീകരിക്കില്ലെന്ന് പ്രതിപക്ഷ നേതാവ്. സിനിമ കേരളത്തെ അപമാനിക്കുന്നതെന്നും VD സതീശൻ. മുഖ്യമന്ത്രിയുടെ വാർത്താ സമ്മേളനത്തിനിടെ ഇന്നും മൈക്ക് പണിമുടക്കി. തകരാർ പരിഹരിക്കാനാകാതെ മൈക്കില്ലാതെ പ്രസംഗം തുടർന്ന് മുഖ്യമന്ത്രി. നാമനിർദ്ദേശ പത്രിക പിൻവലിക്കാനുള്ള സമയം അവസാനിച്ചതോടെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സംസ്ഥാനത്ത് മത്സര ചിത്രം തെളിഞ്ഞു. ജനവിധി തേടുന്നത് 194 സ്ഥാനാർത്ഥികൾ. കൂടുതൽ സ്ഥാനാർത്ഥികൾ കോട്ടയത്തും, കുറവ് ആലത്തൂരിലും. കോട്ടയത്ത് ജോസഫ് ഗ്രൂപ്പിൽ നിന്ന് രാജിവെച്ച സജി മഞ്ഞക്കടമ്പിൽ പാലായിലെ പാർട്ടി ഓഫീസിൽ നിന്ന് KM മാണിയുടെ ചിത്രം മാറ്റി. ഓഫീസിൽ കയറി ചിത്രം നാടകീയമായി എടുത്തുകൊണ്ടു പോവുകയായിരുന്നു. KM മാണിയുടെ ഓർമ്മദിനത്തിൽ ആദരാഞ്ജലി അർപ്പിക്കാനാണ് ചിത്രമെന്ന് സജി മഞ്ഞക്കടമ്പിൽ. ആലപ്പുഴയിലെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ താൻ അതൃപ്തി അറിയിച്ചെന്ന വാർത്ത അടിസ്ഥാനരഹിതമെന്ന് ശോഭാ സുരേന്ദ്രൻ. ജില്ലയിലെ പ്രവർത്തനം അതിഗംഭീരമാണെന്നും തന്നെ തകർക്കാൻ നീക്കം നടക്കുന്നുവെന്നും ശോഭ.
മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ വിമർശനവുമായി കർണാടക ഉപമുഖ്യമന്ത്രി DK ശിവകുമാർ. രാജ്യത്ത് വിവിധയിടങ്ങളിൽ മുഖ്യമന്ത്രിമാരെ വേട്ടയാടിയിട്ടും കേന്ദ്ര ഏജൻസികൾ പിണറായി വിജയനെതിരെ നടപടി സ്വീകരിക്കുന്നില്ല. കർണാടകയിൽ BJPയോടൊപ്പം നിൽക്കുന്ന JDS കേരളത്തിൽ ഇടതുമുന്നണിക്കൊപ്പം. കേരളത്തിൽ ഭരിക്കുന്നത് ഇടതുമുന്നണിയാണോ എന്ന് മുഖ്യമന്ത്രി വ്യക്തമാക്കണമെന്നും DK ശിവകുമാർ. ചേർത്തല പള്ളിപ്പുറത്ത് CPIM പ്രവർത്തകരെ കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിൽ പ്രതികളായ 2 BJP പ്രവർത്തകർക്ക് 18 വർഷം തടവ്. പള്ളിപ്പുറം വാലെടുത്ത് പ്രജേഷ്, അഖിൽ എന്നിവരെയാണ് ചേർത്തല കോടതി ശിക്ഷിച്ചത്. 2017 ഇൻഫോ പാർക്കിന് സമീപത്തായിരുന്നു വധശ്രമം. കോട്ടയത്ത് മുഖ്യമന്ത്രിയുടെ ഫോട്ടോ വെച്ച് LDF വോട്ട് പിടിക്കുന്നില്ലെന്ന് ചാണ്ടിയുമ്മൻ MLA. താൻ ഒരിടത്ത് പോലും മുഖ്യമന്ത്രിയുടെ ഫോട്ടോ വെച്ചുള്ള പോസ്റ്ററുകൾ കണ്ടില്ലെന്നും ചാണ്ടിയുമ്മൻ. ഹൈറിച്ച് തട്ടിപ്പ് കേസ് CBIക്ക് വിട്ട് സർക്കാർ. CBIക്ക് വിടുന്നത് ചേർപ്പ് പോലീസ് അന്വേഷിക്കുന്ന തട്ടിപ്പ് കേസ്. പ്രൊഫോമ റിപ്പോർട്ട് അടക്കമുള്ള രേഖകൾ അടിയന്തരമായി പേഴ്സണൽ മന്ത്രാലയത്തിൽ എത്തിക്കാൻ നിർദ്ദേശം. ഹൈറിച്ച് തട്ടിപ്പിൽ ED അന്വേഷണവും തുടരുന്നു. കേരളത്തിലെ വോട്ടേഴ്സ് ഇക്കുറി മാറി ചിന്തിക്കുമെന്ന് BJP നേതാവ് പ്രകാശ് ജാവ്ദേക്കർ. ജാതിമത ഭേദമില്ലാതെയാണ് പദ്ധതികളുടെ ഗുണങ്ങൾ ജനങ്ങൾക്ക് ലഭിക്കുന്നത്. പാരൂരിൽ നടന്നത് ഭീകരവാദമെന്നും ലോകത്ത് വേറെ എവിടെയും ബോംബ് നിർമ്മാണത്തിനിടെ മരിച്ചവരെ ഇരകളെന്ന് വിശേഷിപ്പിക്കുകയില്ലെന്നും പ്രകാശ് ജാവ്ദേക്കർ. മദ്യനയ അഴിമതി കേസിൽ ED അറസ്റ്റ് ചോദ്യം ചെയ്ത് ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ നൽകിയ ഹർജിയിൽ ഹൈക്കോടതി വിധി നാളെ. കേസ് രാഷ്ട്രീയ പ്രേരിതമെന്നും അറസ്റ്റ് നിയമപരമല്ലെന്നും അരവിന്ദ് കെജ്രിവാളിന്റെ വാദം. മദ്യനയ അഴിമതി കേസിൽ BRS നേതാവ് K കവിതയ്ക്ക് ജാമ്യമില്ല. ഇടക്കാല ജാമ്യത്തിനായി ഉന്നയിച്ച കാരണങ്ങൾ അംഗീകരിക്കാനാകില്ലെന്ന് ഡൽഹി റൌസ് അവന്യൂ കോടതി. ഇലക്ട്രൽ ബോണ്ട് വിഷയത്തിൽ BJPക്കെതിരെ ആക്രമണം കടുപ്പിച്ച ആം ആദ്മി പാർട്ടി. രാജ്യത്തെ ഏറ്റവും വലിയ അഴിമതി നടത്തിയ പാർട്ടി BJP എന്ന് ആം ആദ്മി MP സഞ്ജയ് സിംഗ്. BJP അഴിമതിയെക്കുറിച്ച് പറയുന്നത് ഒസാമ ബിൻ ലാദൻ അഹിംസയെക്കുറിച്ച് പറയുന്നത് പോലെയെന്നും പരിഹാസം. ICU പീഡനക്കേസിൽ അതിജീവിതയെ പിന്തുണച്ച സീനിയർ നഴ്സിംഗ് ഓഫീസർ PB അനിതയുടെ കോടതിയലക്ഷ്യ ഹർജിയിലെ തുടർ നടപടികൾ അവസാനിപ്പിച്ചു. നിയമന ഉത്തരവ് സർക്കാർ ഹൈക്കോടതിയിൽ ഹാജരാക്കിയതിനെ തുടർന്നാണ് നടപടി. നിയമന ഉത്തരവ് പുനഃപരിശോധിക്കണമെന്ന സർക്കാരിന്റെ ഹർജി വേനൽ അവധിക്ക് ശേഷം പരിഗണിക്കാനായി മാറ്റി. തിരുവനന്തപുരം തമ്പുരാൻമുക്കിൽ വാഹനാപകടത്തിൽ 2 യുവാക്കൾ മരിച്ചു. അമിത വേഗത്തിലെത്തിയ ബൈക്ക് കാൽനടയാത്രക്കാരനെ ഇടിക്കുകയായിരുന്നു. വിഷുവിനോടനുബന്ധിച്ച് ബംഗളൂരുവിലേക്കും മുംബൈയിലേക്കും സ്പെഷ്യൽ ട്രെയിനുകൾ പ്രഖ്യാപിച്ച റെയിൽവേ. കൊച്ചുവേളി ബംഗളൂരു സർവീസ് മെയ് 28 വരെ എല്ലാ ചൊവ്വാഴ്ചകളിലും. കൊച്ചുവേളി LTT സർവീസ് ജൂൺ 8 വരെ എല്ലാ ശനിയാഴ്ചകളിലും. അരുണാചലിലെ മലയാളികളുടെ മരണത്തിൽ മുഖ്യ സൂത്രധാരൻ നവീൻ തന്നെയെന്ന് സ്ഥിരീകരിച്ച് അന്വേഷണ സംഘം. അരുണാചൽ പ്രദേശ് തെരഞ്ഞെടുത്തത് വിശ്വാസത്തിന്റെ ഭാഗമായി. ആസൂത്രണം നീണ്ടത് 7 വർഷം. മറ്റാരുടെയും ഇടപെടലിന് തെളിവില്ലെന്നും പോലീസ്. സുഹൃത്തുക്കളുടെയും കുടുംബാംഗങ്ങളുടെയും മൊഴിയെടുത്തു. സംസ്ഥാനത്തെ കൊടും ചൂടിന് ശമനമില്ല. ഇടുക്കി, വയനാട് ഒഴികെയുള്ള 12 ജില്ലകളിൽ യെല്ലോ അലേർട്ടായിരുന്നു. പാലക്കാട് ജില്ലയിൽ താപനില 41 ഡിഗ്രി സെൽഷ്യസ് വരെ ഉയർന്നേക്കാമെന്ന മുന്നറിയിപ്പ്. സൗദി അറേബ്യയിലെ ജയിലിൽ കഴിയുന്ന കോഴിക്കോട് സ്വദേശി അബ്ദുൾ റഹീമിന്റെ വധശിക്ഷയിൽ ഇളവ് വരുത്താനാകുമോ എന്ന് പരിശോധിക്കുന്നതായി സുരേഷ് ഗോപി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ കാര്യങ്ങൾ ധരിപ്പിച്ചതായും സുരേഷ് ഗോപി. കിഫ്ബി വിഷയത്തിൽ മുൻ ധനമന്ത്രി ഡോക്ടർ TM തോമസ് ഐസക്കിനെ ഒറ്റതിരിഞ്ഞാക്രമിക്കാമെന്നാരും കരുതേണ്ടെന്ന് മുഖ്യമന്ത്രി. കിഫ്ബി മലർപ്പൊടിക്കാരന്റെ സ്വപ്നമല്ല എന്ന് തെളിയിച്ചതാണ്. ഭംഗിയായി കാര്യങ്ങൾ നിറവേറ്റിയതിൽ ചിലർക്ക് വല്ലാത്ത അസ്വസ്ഥതയുണ്ട്. ഡോക്ടർ TM തോമസ് ഐസക്കിന് ED നോട്ടീസ് അയക്കുമ്പോൾ അതിന് പിന്തുണയുമായി പ്രതിപക്ഷ നേതാവ് എത്തുന്നുവെന്നും മുഖ്യമന്ത്രി. പൗരത്വ ഭേദഗതി നിയമത്തിൽ കോൺഗ്രസിന് മൗനമെന്നാവർത്തിച്ച് CPIM. ഇന്ത്യ നേരിടുന്ന മൗലികമായ പ്രശ്നങ്ങളോട് കോൺഗ്രസ് മുഖം തിരിഞ്ഞു നിൽക്കുന്നുവെന്ന് സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. കോൺഗ്രസ് പ്രകടന പത്രികയിൽ പോലും വിഷയം പരാമർശിക്കുന്നില്ലെന്നും വിമർശനം. പ്രകടന പത്രികയിൽ CAA കുറിച്ച് പ്രത്യേകം പറയേണ്ടതില്ലെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. ഭരണഘടനാ മൂല്യങ്ങൾക്ക് വിരുദ്ധമായ എല്ലാ നിയമങ്ങളും റദ്ദാക്കും. മുഖ്യമന്ത്രിക്ക് സംശയമുണ്ടെങ്കിൽ പത്രിക വായിച്ചു നോക്കാമെന്നും VD സതീശൻ. കോൺഗ്രസ് അധികാരത്തിലെത്തിയാൽ CAA റദ്ദാക്കാനുള്ള തീരുമാനം ആദ്യ മന്ത്രിസഭാ യോഗത്തിൽ തന്നെ ഉണ്ടാകുമെന്ന് രമേശ് ചെന്നിത്തല. CAക്കെതിരെ അപവാദ പ്രചാരണം നടത്തിയതിന് CPIM നേതാവിനെതിരെ കേസ്. പത്തനംതിട്ട തുമ്പമൺ ബ്രാഞ്ച് സെക്രട്ടറി അർജുൻ ദാസിനെതിരെയാണ് നടപടി. മലയാളപ്പുഴ CI വിഷ്ണുകുമാറിന്റെ പരാതിയിലാണ് കേസ്.
പാലക്കാട് കുഞ്ചൻ സ്മാരകത്തിൽ ക്ലാസുകൾ നിലച്ചിട്ട് 2.5 മാസം. ശമ്പളം കുടിശ്ശികയായതോടെ കൂട്ട അവധിയിൽ തുടർന്ന് അധ്യാപകരും ജീവനക്കാരും. വാർഷിക പരീക്ഷയും അരങ്ങേറ്റവും പ്രതിസന്ധിയിൽ. അത്യപൂർവ സൂര്യഗ്രഹണത്തിന് സാക്ഷിയായി ലോകം. അമേരിക്ക, മെക്സിക്കോ എന്നിവിടങ്ങളിൽ സൂര്യഗ്രഹണം ദൃശ്യമായി. തത്സമയ സ്ട്രീമിംഗ് ഒരുക്കി നാസ. 4 മിനിറ്റ് 27 സെക്കൻഡായിരുന്നു പൂർണ്ണഗ്രഹണത്തിന്റെ ദൈർഘ്യം. ദൃശ്യമായത് 50 വർഷത്തിനിടയിലെ ദൈർഘ്യമേറിയ സമ്പൂർണ്ണ സൂര്യഗ്രഹണം. സാമൂഹ്യ സുരക്ഷാ ക്ഷേമനിധി പെൻഷൻ നാളെ മുതൽ വിതരണം ചെയ്യും. 2 ഗഡു കൂടി വിതരണം ചെയ്യും. ബാങ്ക് അക്കൗണ്ട് നമ്പർ നൽകിയിട്ടുള്ളവർക്ക് അക്കൗണ്ട് വഴിയും മറ്റുള്ളവർക്ക് സഹകരണ സംഘങ്ങൾ വഴിയും നേരിട്ട് വീട്ടിൽ പെൻഷൻ എത്തിക്കും. തിരുവനന്തപുരത്ത് 16 വയസ്സുകാരിയെ കൂട്ടബലാത്സംഗം ചെയ്ത 3 പേർ പിടിയിൽ. ഇൻസ്റ്റഗ്രാമിലൂടെ പരിചയപ്പെട്ട പെൺകുട്ടിയാണ് പ്രതികൾ പീഡിപ്പിച്ചത്. ജമ്മുകശ്മീരിൽ കോൺഗ്രസും നാഷണൽ കോൺഫറൻസും സീറ്റ് ധാരണയിലെത്തി. ജമ്മുകശ്മീരിലെ 2 സീറ്റിലും ലഡാക്കിലും കോൺഗ്രസ് മത്സരിക്കും. ന്യൂസിലേക്ക് തിരികെ. ഇനി കേരളത്തിലെ പ്രധാന വാർത്തകൾ. വാടക കുടിശ്ശികയെ തുടർന്ന് മട്ടാഞ്ചേരിയിലെ സപ്ലൈകോ ഔട്ട്ലെറ്റ് കെട്ടിടോടമ പൂട്ടി. കുടിശ്ശികയായത് 4 മാസത്തെ വാടക. മുഴുവൻ തുകയും നൽകാതെ കട തുറക്കാൻ അനുവദിക്കില്ല എന്ന നിലപാടിൽ ഉടമ. പാലക്കാട് വല്ലപ്പുഴയിൽ പൊള്ളലേറ്റ് ചികിത്സയിൽ കഴിഞ്ഞിരുന്ന കുട്ടികളിൽ ഒരാൾ മരിച്ചു. ചെറുകോട് മുണ്ടയ്ക്കും പറമ്പിൽ പ്രദീപിന്റെ മകൾ നിഖയാണ് മരിച്ചത്. തൃശൂർ മെഡിക്കൽ കോളേജിൽ ചികിത്സയിലിരിക്കെയാണ് മരണം. ലൈസൻസ് ഉൾപ്പെടെയുള്ള സേവനങ്ങൾ വൈകുന്നു എന്നാരോപിച്ച് മണ്ണാർക്കാട് ജോയിന്റ് RTO ഓഫീസ് ഉപരോധിച്ചു. ഉപരോധത്തിൽ പങ്കെടുത്ത് 100 കണക്കിന് ആളുകൾ. കിഴക്കമ്പലം പള്ളിക്കര മുതൽ കരിമുകൾ, ഉരുട്ടുമുക്ക്, പള്ളിമുകൾ തുടങ്ങിയ വിവിധ പ്രദേശങ്ങളിൽ നിരന്തരമായി വൈദ്യുതി തടസ്സവും വോൾട്ടേജ് ക്ഷാമവും പരിഹരിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് കിഴക്കമ്പലം KSEB സെക്ഷൻ ഓഫീസിന് മുന്നിൽ നിൽപ്പ് സമരം സംഘടിപ്പിച്ചു. പള്ളിക്കര പൗരസമിതിയുടെ നേതൃത്വത്തിലായിരുന്നു സമരം. അഡ്മിൻ ജിജോ കുര്യൻ അധ്യക്ഷനായി. തിരുവനന്തപുരം നന്ദൻകോട് വനിതാ ഹോസ്റ്റലിൽ അതിക്രമിച്ച് കടന്ന് പെൺകുട്ടികളുടെ ദൃശ്യങ്ങൾ പകർത്താൻ ശ്രമിച്ചയാൾ അറസ്റ്റിൽ. പിടിയിലായത് നന്ദൻകോട് സ്വദേശി അനിൽദാസ്. വെന്റിലേഷനിലൂടെ ദൃശ്യങ്ങൾ പകർത്തുന്നതിനിടെ നാട്ടുകാർ പിടികൂടുകയായിരുന്നു. കോഴിക്കോട് താമരശ്ശേരിയിൽ വാഹനാപകടത്തിൽ പോലീസ് ഉദ്യോഗസ്ഥന് ഗുരുതര പരിക്ക്. തിരുവമ്പാടി സ്റ്റേഷനിലെ CPO മുഹമ്മദ് അസ്ലമിനാണ് പരിക്കേറ്റത്. അസ്ലം സഞ്ചരിച്ച ബൈക്കിൽ ഇന്നോവ കാർ ഇടിക്കുകയായിരുന്നു. 8 വയസ്സുകാരിയെ ബലാത്സംഗം ചെയ്ത കേസിൽ പ്രതിക്ക് ട്രിപ്പിൾ ജീവപര്യന്തം. തോപ്പുംപടി സ്വദേശി ശിവനെയാണ് എറണാകുളം പോക്സോ കോടതി ശിക്ഷിച്ചത്. ജീവിതാവസാനം വരെ ശിക്ഷ അനുഭവിക്കണം. 2018 കേസിനാസ്പദമായ സംഭവം. കണ്ണൂർ ആറളത്ത് പറമ്പിലെ തീ കെടുത്താൻ ശ്രമിക്കുന്നതിനിടെ വയോധികൻ പൊള്ളലേറ്റു മരിച്ചു. ആറളം ഫാം 9-ാം ബ്ലോക്കിലെ വേണുഗോപാലിനാണ് മരിച്ചത്. വയനാട് അരപ്പറ്റ നോവ റിക്രിയേഷൻ ക്ലബ് ആൻഡ് ലൈബ്രറി ഈദ് വിഷു ആഘോഷങ്ങൾക്ക് നിറം പകരാൻ നോവ മ്യൂസിക്കൽ ഇവന്റ് 2024 സംഘടിപ്പിക്കുന്നു. കേരളത്തിലെ പ്രമുഖ ഗായകർ വിഷുദിനത്തിൽ അരപ്പറ്റ സ്റ്റേഡിയത്തിൽ സംഗീത വിരുന്നൊരുക്കും. റിട്ടയർഡ് അധ്യാപിക MK ശാന്ത അന്തരിച്ചു. 79 വയസ്സായിരുന്നു. 24 റിസർച്ച് അസോസിയേറ്റ് J ബിന്ദുരാജ് മകനാണ്. സംസ്കാരം എറണാകുളം തോന്നിക്കാവ് പൊതുശ്മശാനത്തിൽ നടന്നു. തൃശൂർ ചന്ദ്രാപിന്നി കൊട്ടിക്കൽ രാജൻ അന്തരിച്ചു. 66 വയസ്സായിരുന്നു. പാഠശാല സംസ്കൃത ഹൈസ്കൂൾ മുൻ പ്രധാനാധ്യാപിക രമയാണ് ഭാര്യ. രോഹിത് രാജ്, റോഷൻ രാജ് എന്നിവരാണ് മക്കൾ. 24 ചീഫ് സബ് എഡിറ്റർ ശ്രീലക്ഷ്മി P നായർ മരുമകളാണ്. സംസ്കാരം പട്ടാഞ്ചേരി ശ്മശാനത്തിൽ നടന്നു. പ്രധാന അറിയിപ്പുകൾ. എയർ ഇന്ത്യ എഞ്ചിനീയറിംഗ് സർവീസസ് ലിമിറ്റഡിൽ എയർക്രാഫ്റ്റ് ടെക്നീഷ്യൻ ഒഴിവുണ്ട്. ഈ മാസം 25-ന് ചെന്നൈ, 29-ന് ബംഗളൂരു, മെയ് 2-ന് ഹൈദരാബാദ് എന്നിവിടങ്ങളിൽ അഭിമുഖം നടക്കും. അങ്കമാലി മോർണിംഗ് സ്റ്റാർ ഹോം സയൻസ് കോളേജിൽ ബോട്ടണി, സോഷ്യോളജി, മാത്തമാറ്റിക്സ്, ഇക്കണോമിക്സ്, സുവോളജി വിഷയങ്ങളിൽ ഗസ്റ്റ് അധ്യാപകരെ നിയമിക്കുന്നു. യോഗ്യതാ വിവരങ്ങൾ മോർണിംഗ് സ്റ്റാർ ഗസ്റ്റ് 2024@gmail.com എന്ന മെയിലിലേക്ക് ഈ മാസം 20-ന് മുൻപ് അയക്കണം. ഇനി ദേശീയ വാർത്തകൾ.
ഉത്തർപ്രദേശിന്റെയും ഉത്തരാഖണ്ഡിന്റെയും 11 അന്തർ സംസ്ഥാന അതിർത്തികളിൽ സുരക്ഷ വർദ്ധിപ്പിച്ചു. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായിട്ടാണ് നടപടി. CCTV നിരീക്ഷണം ഏർപ്പെടുത്തി. തമിഴ്നാട്ടിൽ DMK മന്ത്രിയുടെ ബന്ധുവിന്റെ വീട്ടിൽ നിന്ന് 7.5 ലക്ഷം രൂപ പിടികൂടി. മന്ത്രി ദുരൈമുരുകന്റെ ബന്ധുവിന്റെ വീട്ടിലാണ് തെരഞ്ഞെടുപ്പ് ഫ്ലൈയിംഗ് സ്ക്വാഡിന്റെ പരിശോധന. ദുരൈമുരുകന്റെ മകൻ കതിർ ആനന്ദ് വെല്ലൂരിൽ സ്ഥാനാർത്ഥിയാണ്. ഡൽഹി നിയമസഭയിൽ ബഹളം. ജൽ ബോർഡ് അഴിമതി ഉയർത്തി BJP അംഗങ്ങൾ. 6 MLA-മാരെ സ്പീക്കർ സഭയിൽ നിന്ന് പുറത്താക്കി. വാട്സാപ്പ് ഉപയോക്താക്കൾക്ക് മുന്നറിയിപ്പുമായി കേന്ദ്രം. പ്ലസ് 92 ആരംഭിക്കുന്ന പാകിസ്ഥാൻ കോളുകൾക്കെതിരെ ജാഗ്രത പാലിക്കണമെന്ന് ആഭ്യന്തര മന്ത്രാലയം. ടെലികമ്മ്യൂണിക്കേഷൻസ് ഡിപ്പാർട്ട്മെന്റിൽ നിന്നാണ് എന്ന തരത്തിലാണ് പാകിസ്ഥാനിൽ നിന്ന് കോളുകൾ എത്തുക. കർണാടകയിൽ അനധികൃതമായി സൂക്ഷിച്ച 5.6 കോടി രൂപയും 106 കിലോഗ്രാം സ്വർണവും പിടികൂടി. ബെല്ലാരിയിലെ 2 ജ്വല്ലറി ഉടമകളുടെ വീടുകളിൽ നിന്നാണ് രേഖകൾ ഇല്ലാതെ സൂക്ഷിച്ചിരുന്ന പണവും സ്വർണവും പിടികൂടിയത്. നേതാജി സുഭാഷ് ചന്ദ്രബോസ് ഇന്ത്യയുടെ ആദ്യത്തെ പ്രധാനമന്ത്രിയാണെന്ന നടിയും BJP സ്ഥാനാർത്ഥിയുമായ കങ്കണ റണൌട്ടിന്റെ പ്രസ്താവനയിൽ വിമർശനവുമായി കുടുംബം. രാഷ്ട്രീയ നേട്ടങ്ങൾക്കായി ആരും ചരിത്രത്തെ വളച്ചൊടിക്കരുതെന്ന് സുഭാഷ് ചന്ദ്രബോസിന്റെ ചെറുമകൻ ചന്ദ്രകുമാർ ബോസ്. മഹാരാഷ്ട്ര നാഗ്പൂരിലെ മംഗാപൂരിൽ 12 വാഹനങ്ങൾ കൂട്ടിയിടിച്ച അപകടം. 4 പേർക്ക് പരിക്ക്. അപകടത്തിൽപ്പെട്ടതിൽ ആംബുലൻസ്. പഞ്ചാബിലെ തരൺ ജില്ലയിൽ മയക്കുമരുന്ന് വേട്ട. 350 ഗ്രാം ഹെറോയിൻ BSF പിടിച്ചെടുത്തു. രഹസ്യ വിവരത്തെ തുടർന്നായിരുന്നു പരിശോധന. ജമ്മു ശ്രീനഗർ ദേശീയപാതയിൽ റംബാനിലെ ഖുനി നല്ലയിൽ മണ്ണിടിച്ചിൽ. ഗതാഗതം തടസ്സപ്പെട്ടു. രാജ്യാന്തര വാർത്തകൾ. റഫേൽ ആക്രമണം കടുപ്പിക്കുമെന്ന് ഇസ്രയേൽ. ഖാൻ യൂനിസിൽ നിന്ന് പിന്മാറിയത് ഇതിന്റെ ഭാഗമായാണെന്ന് പ്രതിരോധ മന്ത്രി യോവ് ഗാലൻ. ഇസ്രയേൽ വിജയത്തിന്റെ ഒരു പടി അകലെയെന്ന് പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു. റഷ്യയിലെ ഒറൻബർഗ് മേഖലയിൽ ഡാം തകർന്നതിനെ തുടർന്ന് നിരവധി പ്രദേശങ്ങൾ വെള്ളത്തിനടിയിൽ. 6000-ലധികം പേരെ ഒഴിപ്പിച്ചു. വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ അടച്ചു. പ്രവിശ്യകളിലെ ഗവർണർമാരുമായി ടെലിഫോണിൽ സംസാരിച്ച് പ്രസിഡന്റ് വ്ളാദിമിർ പുടിൻ. മൊസാംബിക്കിന്റെ വടക്കൻ തീരത്ത് ബോട്ട് മുങ്ങിയ അപകടം. 90-ലധികം പേർ മരിച്ചതായി വിവരം. മരിച്ചവരിൽ കുട്ടികളും. രക്ഷാപ്രവർത്തനം തുടരുന്നു. ബോട്ടിൽ 130 പേർ ഉണ്ടായിരുന്നതായി റിപ്പോർട്ടുകൾ. രാജ്യം വിടാൻ ശ്രമിച്ചവരാണ് അപകടത്തിൽപ്പെട്ടത്. ടേക്ക് ഓഫിനിടെ സൗത്ത് വെസ്റ്റ് എയർലൈൻസിന്റെ ബോയിംഗ് വിമാനത്തിന്റെ എഞ്ചിൻ കവർ വേർപെട്ടു. ഡെൻവറിൽ നിന്ന് ഹൂസ്റ്റണിലേക്കുള്ള യാത്രയ്ക്ക് മുന്നോടിയായിട്ടാണ് സംഭവം. വിമാനം അടിയന്തരമായി ലാൻഡ് ചെയ്തു. യുക്രൈൻ നഗരമായ ഹുലിയാപോളിൽ റഷ്യൻ ആക്രമണം. 3 പേർ കൊല്ലപ്പെട്ടു. ഖാർഖീവിന് നേരെയുണ്ടായ ആക്രമണത്തിൽ 5 പേർ മരിച്ചു. സപ്രോഷ്യ ആണവ നിലയത്തിൽ ആക്രമണം നടത്തിയെന്ന വാർത്ത തള്ളി യുക്രൈൻ. ഇന്ത്യൻ പതാകയുമായി ബന്ധപ്പെട്ട പോസ്റ്റ് വിവാദമായതിനെ തുടർന്ന് മാപ്പ് പറഞ്ഞ് മാലിദ്വീപ് മുൻമന്ത്രി മറിയം ഷിയുന. പ്രതിപക്ഷ പാർട്ടിയായ മാലിദ്വീപ് ഡെമോക്രാറ്റിക് പാർട്ടിക്കെതിരായ പോസ്റ്റ് അശോക ചക്രവുമായി സാമ്യമുണ്ടെന്നായിരുന്നു ആരോപണം. ജപ്പാനിൽ വീണ്ടും ഭൂചലനം. കഹോഷിമ പ്രവിശ്യയിലുണ്ടായത് 5.2 തീവ്രത രേഖപ്പെടുത്തിയ ഭൂചലനം. സുനാമി മുന്നറിയിപ്പില്ല. ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് ഓഫ് കോങ്കോയിലെ പ്രതിസന്ധി അവസാനിപ്പിക്കാൻ രാഷ്ട്രീയ പരിഹാരം ആവശ്യമാണെന്ന് ദക്ഷിണാഫ്രിക്കൻ പ്രസിഡന്റ് സിറിൽ റാമഫോസ. ടുട്സികൾക്കെതിരായ വംശഹത്യയുടെ 30ാമത് അനുസ്മരണത്തിനായി റുവാണ്ടയിൽ എത്തിയപ്പോഴായിരുന്നു പ്രതികരണം. ഇനി ബിസിനസ് വാർത്തകൾ. പുതിയ സാമ്പത്തിക വർഷം 3ാം തവണയും റെക്കോർഡ് തിരുത്തി സ്വർണ്ണവില. ഗ്രാമിന് 30 രൂപ കൂടി 6565 രൂപയും പവന് 240 രൂപ കൂടി 52,520 രൂപയുമായി. ഈ മാസം 8 ദിവസം കൊണ്ട് പവന് കൂടിയത് 1640 രൂപ. ഓഹരി വിപണികളും സർവകാല റെക്കോർഡിൽ. മഹീന്ദ്ര XUV 3XO ഈ മാസം 29-ന് ഇന്ത്യയിൽ അവതരിപ്പിക്കും. 9 ലക്ഷം രൂപ മുതലാണ് വില. അദാനി ഗ്രൂപ്പ് 2030ഓടെ ഇന്ത്യയിൽ 2.3 ലക്ഷം കോടിയുടെ നിക്ഷേപം നടത്തും. രാജ്യത്തെ ഏറ്റവും വലിയ റിന്യൂവബിൾ എനർജി കമ്പനിയായ അദാനി ഗ്രീൻ എനർജി ലിമിറ്റഡ് ഗുജറാത്തിൽ കാറ്റിൽ നിന്നും വൈദ്യുതി ഉത്പാദിപ്പിക്കുന്നതിനുള്ള ശേഷി വിപുലീകരിക്കുന്നതിനായി മാത്രം 1.5 ലക്ഷം കോടി രൂപ നിക്ഷേപിക്കും. ഇനി കായിക വാർത്തകൾ.
IPL നിന്ന് പിന്മാറിയ ഹാരി ബ്രൂക്കിന് പകരക്കാരനെ പ്രഖ്യാപിച്ച് ഡൽഹി ക്യാപിറ്റൽസ്. പകരക്കാരനായി ദക്ഷിണാഫ്രിക്കൻ പേസർ ലിസാർഡ് വില്യംസിനെ ഡൽഹി ടീമിലെത്തിച്ചു. കാൻഡിഡേറ്റ്സ് ചെസ് ടൂർണമെന്റിൽ പ്രജ്ഞാനന്ദ വൈശാലി സഹോദരങ്ങൾക്ക് ജയം. പ്രജ്ഞാനന്ദ ഇന്ത്യയുടെ തന്നെ വിദിത് ഗുജറാത്തിയെ തോൽപ്പിച്ചപ്പോൾ വൈശാലിയുടെ ജയം ബൾഗേറിയൻ താരത്തിനെതിരെ. ഷഹീൻ അഫ്രീദിയെ പാകിസ്ഥാൻ 2020 ടീമിന്റെ നായക സ്ഥാനത്ത് നിന്ന് നീക്കിയതിനെ വിമർശിച്ച് PCB മുൻ അധ്യക്ഷൻ സാക്ക അഷ്റഫ്. ഒറ്റ ടൂർണമെന്റ് കൊണ്ട് ഷഹീൻ അഫ്രീദിയെ മാറ്റിയത് ശരിയായില്ല, 1 വർഷത്തെ സമയം ഷഹീന് കൊടുക്കണമായിരുന്നുവെന്നും അഷ്റഫ്. അണ്ടർ ന്യൂസിലേക്ക് തിരികെ. കലാ സാംസ്കാരിക സിനിമാ വാർത്തകൾ. പിതാവിന്റെ അനുഭവക്കുറിപ്പ് സിനിമയാക്കാനൊരുങ്ങിയ സംവിധായകൻ MA നിഷാദ്. ഉന്നത പോലീസ് ഉദ്യോഗസ്ഥനായിരുന്ന PM കുഞ്ഞുമൊയ്തീന്റെ കേസ് ഡയറിയിൽ നിന്നാണ് സിനിമയുടെ കഥ തെരഞ്ഞെടുത്തിരിക്കുന്നത്. പ്രമുഖ താരങ്ങൾ ചിത്രത്തിൽ പ്രധാന വേഷങ്ങളിലെത്തും. ടൈറ്റിൽ ലോഞ്ചിൽ ചിത്രത്തിന്റെ പേര് പുറത്തുവിടും. ബെൻസീർ പ്രൊഡക്ഷൻസിന്റെ ബാനറിൽ KV അബ്ദുൽ നാസറാണ് നിർമ്മാണം. ജന്മദിനത്തിൽ ആശംസകളുമായി വസതിക്ക് മുന്നിൽ തടിച്ചുകൂടിയ ആരാധകരെ അഭിസംബോധന ചെയ്ത് അല്ലു അർജുൻ. വീഡിയോ ഇൻസ്റ്റഗ്രാമിൽ പങ്കുവച്ചു. അജു വർഗീസും ജോണി ആന്റണിയും കേന്ദ്ര കഥാപാത്രങ്ങളായി എത്തുന്ന സ്ഥാനാർത്ഥി ശ്രീകുട്ടൻ എന്ന ചിത്രത്തിന് U സർട്ടിഫിക്കറ്റ് ലഭിച്ചു. വിനേഷ് വിശ്വനാഥാണ് സംവിധാനം. വൈറൽ ട്രെൻഡ്സ്. കൊച്ചുകുട്ടികളുടെ തകർപ്പൻ ഡാൻസ് വൈറൽ. വീഡിയോ ഏറ്റെടുത്ത് സൈബർ ഇടം. ഇറാൻ ഇസ്രയേലിനെ ആക്രമിക്കുന്നതിൻ്റേത് എന്ന പേരിൽ പ്രചരിക്കുന്ന വീഡിയോ വ്യാജം. യഥാർത്ഥത്തിൽ കഴിഞ്ഞ മാർച്ചിൽ റഷ്യൻ തുറമുഖമായ സെവാസ്റ്റോപോളിൽ യുക്രൈൻ ബോംബിടുന്ന വീഡിയോ ദൃശ്യങ്ങളാണ് തെറ്റായി പ്രചരിപ്പിക്കുന്നത്. ഇനി നാളത്തെ വാർത്തകൾ. പത്തനംതിട്ടയിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് മത്സരിക്കുന്ന സ്ഥാനാർത്ഥികളുടെ യോഗം നാളെ നടക്കും. രാവിലെ 11-ന് കളക്ടറേറ്റ് കോൺഫറൻസ് ഹാളിൽ യോഗം ചേരും. പത്തനംതിട്ട ഇലവന്തിട്ട മരനടയിൽ കെട്ടുകാഴ്ച നാളെ വൈകിട്ട് 4-ന് ആരംഭിക്കുന്ന ആലിന് വലം വെച്ചുള്ള പ്രദർശനം രാവേറെ നീണ്ടു നിൽക്കും. MG സർവകലാശാലയിൽ റൂസ പ്രോജക്റ്റിൽ റിസർച്ച് അസിസ്റ്റന്റ് തസ്തികയിൽ നിയമനത്തിനുള്ള അവസാന തീയതി നാളെ. യോഗ്യത ഏതെങ്കിലും സോഷ്യൽ സയൻസ് വിഷയങ്ങളിൽ ബിരുദാനന്തര ബിരുദം. കോട്ടയം ജില്ലാ ക്രിക്കറ്റ് അസോസിയേഷൻ പെൺകുട്ടികൾക്കായി അണ്ടർ-19, അണ്ടർ-23 ക്രിക്കറ്റ് ടീം സെലക്ഷൻ ട്രയൽസ് നാളെ നടത്തും. ഉച്ചയ്ക്ക് 2-ന് മാന്നാനം സെന്റ് എഫ്രൈം സ്കൂൾ ഗ്രൗണ്ടിലാണ് സെലക്ഷൻ ട്രയൽസ്. ഖത്തറിൽ ചെറിയ പെരുന്നാളിനോടനുബന്ധിച്ച് ബാങ്കുകൾ ഉൾപ്പെടെ ധനകാര്യ സ്ഥാപനങ്ങൾക്ക് നാളെ മുതൽ അവധി. ഖത്തർ സെൻട്രൽ ബാങ്കാണ് ഇക്കാര്യം അറിയിച്ചത്. ഇപ്പോൾ കിട്ടിയ പ്രധാന വാർത്തകൾ. പഞ്ചാബിലെ കെമിക്കൽ ഫാക്ടറിയിൽ വൻ തീപിടുത്തം. ആളപായമില്ല. അഗ്നിശമന സേനാ യൂണിറ്റുകൾ സ്ഥലത്തെത്തി തീ നിയന്ത്രണ വിധേയമാക്കി. സംഭവം ദേരാബസ്തിയിലെ കെമിക്കൽ ഫാക്ടറി. കർണാടകയിൽ അമിത വേഗത്തിലെത്തിയ ബസ് മറിഞ്ഞ അപകടം. 2 മരണം, നിരവധി പേർക്ക് പരിക്ക്. അപകടം കർണാടകയിലെ ചിത്രദുർഗയിൽ. മേഘാലയയിൽ നിന്ന് ബംഗ്ലാദേശിലേക്ക് അനധികൃതമായി കടത്താൻ ശ്രമിച്ച പഞ്ചസാര പിടികൂടി. 2 പേർ പിടിയിൽ. ഇവരിൽ നിന്ന് 30,000 കിലോ പഞ്ചസാര പിടിച്ചെടുത്തു. ന്യൂസ് പൂർത്തിയാകുന്നു. ഗുഡ് നൈറ്റ്.